കണ്ണൂരിൽ സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സന്തോഷ്, ഈ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തൊക്കെയാണ് അവിടുത്തെ മഴ വിവരങ്ങൾ, മഴക്കെടുതികൾ? അജിംഷാദ്, കണ്ണൂർ ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെയും ഇന്നും തോരാതെ മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത്. തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂരിലാണ് വീട്ടമ്മ ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. മട്ടന്നൂർ കൊളാരിയിലെ കുഞ്ഞാമിനെയാണ് വീടിന് സമീപമുള്ള വയലിലുള്ള വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. വീടിന് സമീപമുള്ള വയലിലേക്ക് ഇറങ്ങിയതായിരുന്നു കുഞ്ഞാമിന. തിരിച്ചെത്തുന്നത് കാണാതെ വന്നപ്പോൾ വീട്ടുകാർ അന്വേഷിച്ചു നിന്നപ്പോഴാണ് വെള്ളക്കെട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ഈ പുഴകളിലും നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലെ കക്കാട് പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അജിംഷ. ശരി സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് 2 മരണം, അമ്മയും മകനും മരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു സ്ത്രീയും മരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യമാണ്. 3 മരണങ്ങളാണ് സംസ്ഥാനത്ത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. വിവിധ സ്ഥലങ്ങളിൽ മരമിടിഞ്ഞു വീണും കടപുഴകിയും ഒക്കെ ദുരിതങ്ങൾ തീർക്കുകയാണ്. കൂടുതലും മഴ വടക്കൻ കേരളം കേന്ദ്രീകരിച്ചാണ് ശക്തമായി നടക്കുന്നത്. മുന്നറിയിപ്പിലും പറയുന്നത് അത് തന്നെ. എന്നാലും കേരളത്തിൽ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. തെക്കൻ ജില്ലകളിൽ. എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്.